ഇദ്ദേഹത്തിന്റെ പേര് രവി. തോക്ക് രവി എന്നാണ് വിളിപ്പേര്. ആലപ്പുഴയിലെ ASP ആയിട്ടായിരുന്നു IPS-ൽ തുടക്കം. കേരള കേഡർ. ആലപ്പുഴയിൽ റൗഡിസം കാണിച്ചവരെയൊക്കെ തോക്ക് ചൂണ്ടിയും അടിച്ചൊതുക്കിയും നിന്ന സമയം. EK നായനാർ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അയാളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോട്ടയായ കണ്ണൂരിലേക്ക് മാറ്റി. ആലപ്പുഴയിലെ ആ സമയത്ത് റൗഡിസം കാണിച്ച പല സഖാക്കളുടെയും എല്ലൊടിച്ചും അഹങ്കാരം മാറ്റിയുമാണ് ആലപ്പുഴ ഒരുവിധം ക്ലീനാക്കിയത്. എന്നാൽ പിന്നെ സഖാക്കളുടെ കോട്ടയായ കണ്ണൂരിലേക്ക് മാറ്റി തോക്ക് രവിയെ തോൽവി രവിയാക്കാം എന്നായിരുന്നു സഖാക്കളുടെ പ്ലാനിങ്. തോക്ക് രവി എവിടെ പോയാലും തോക്ക് രവി തന്നെയാണെന്ന് രവി തെളിയിച്ചു. അങ്ങനെ കണ്ണൂരിലെത്തിയ രവി അവിടെയുണ്ടായിരുന്ന എല്ലാ നേതാക്കളെയും ശരിക്ക് പെരുമാറാനും തുടങ്ങി. ഒരിക്കൽ SFI വിദ്യാഭ്യാസ ബന്ദ് നടന്ന സമയത്ത് SFI-ക്കാർ ഒരു സ്കൂളിനുള്ളിൽ കയറി അതിക്രമം കാണിച്ചു. അവിടുത്തെ ഒരു അധ്യാപകനെ തല്ലുകയും ചെയ്തു. ഇതറിഞ്ഞ തോക്ക് രവി SFI-ക്കാരെ അവന്മാരുടെ ഏരിയയിൽ കയറി അറസ്റ്റ് ചെയ്തു. അവരെ വിലങ്ങുവെച്ച് റോഡിലൂടെ നടത്തിക്കൊണ്ടുവന്നു, അതും അണ്ടർവെയർ മാത്രം ഇട്ടുകൊണ്ട്. അന്നത്തെ SFI നേതാക്കളെ ഇങ്ങനെ നടത്തിക്കൊണ്ട് ശരിക്കും അക്രമം കാണിക്കുന്ന അക്രമികൾക്ക് ഒരു മുന്നറിയിപ്പ് കൂടിയായിരുന്നു രവി കൊടുത്തത്. തോക്ക് ചൂണ്ടിക്കൊണ്ടാണ് ഇവന്മാരെ നടത്തിക്കൊണ്ടുവന്നത്, എന്നിട്ട് ലോക്കപ്പിൽ അടച്ചു. ഈ SFI-ക്കാർക്ക് വേണ്ടി SFI-യുടെ മുൻ സംസ്ഥാന നേതാവും അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയും പിണറായി വിജയന്റെ റൈറ്റ് ഹാൻഡുമായിരുന്ന സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ വന്നിരുന്നു. ഒന്ന് പറഞ്ഞ് രണ്ടാമത് തോക്ക് രവിയെ ഭീഷണിപ്പെടുത്താൻ തന്റെ സ്വതസിദ്ധമായ കഴിവിൽ അദ്ദേഹം ശ്രമിച്ചു. ദേഷ്യം വന്ന തോക്ക് രവി തന്റെ തോക്കെടുത്ത് ബാലകൃഷ്ണന്റെ വായിൽ വെച്ചു. മോനെ, അധികം സംസാരിച്ചാൽ പൊട്ടിച്ചു കളയുമെന്ന് പറഞ്ഞു. ശരിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പവറിൽ നാട്ടുകാരെ ഭീഷണിപ്പെടുത്തിയിരുന്ന സഖാവ് ശരിക്കും അന്ന് ഭയം എന്താണെന്നുള്ളത് അറിഞ്ഞു. അത് മാത്രമല്ല, നിന്ന നിൽപ്പിൽ പുള്ളിക്കാരൻ മൂത്രമൊഴിക്കുകയും ചെയ്തു. ഒടുക്കം സ്റ്റേഷൻ നാട്ടിച്ചു എന്ന് പറഞ്ഞ് ഉടുത്ത മുണ്ട് ഊരി ബാലകൃഷ്ണനെ കൊണ്ട് തോക്ക് രവി മൂത്രം തുടപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം നാണം കെട്ട തലയും താഴ്ത്തി ബാലകൃഷ്ണൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. നാട്ടുകാരെ മൊത്തം പേടിപ്പിച്ച സഖാക്കൾ ശരിക്കും നട്ടെല്ലുള്ള ഒരു പോലീസ് ഓഫീസർ നെഞ്ചു വിരിച്ചു നിന്നപ്പോൾ അവിടെ ചോർന്നുപോയി അവന്മാരുടെ ആ മസിൽ പിടുത്തം. പിന്നീട് അദ്ദേഹം ഡെപ്യൂട്ടേഷനിൽ കേന്ദ്രത്തിലേക്ക് പോവുകയും ഇന്റലിജൻസ് മേധാവി ആകുകയും ചെയ്തു. അദ്ദേഹം സർവീസിൽ നിന്ന് വിരമിച്ച ശേഷം ഇപ്പോൾ തമിഴ്നാട് ഗവർണറാണ്. സഖാക്കളെ വിറപ്പിച്ച ആ തോക്ക് രവിയുടെ ആദ്യകാല സംഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ കേരളത്തിന്റെ ഗവർണറായിട്ടാണ് അദ്ദേഹം വേണ്ടതെന്ന് ആഗ്രഹിച്ചു പോകും.